പ്രവർത്തിക്കുവാൻ ഇടം ശേഷിച്ചിരിക്കുകയാൽ നമുക്ക് അത് ലഭിക്കാതെ വന്നു പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നാം അതിനുവേണ്ടി പരിശ്രമിക്കുക. എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്ന് താഴെ നമ്മെ കേൾപ്പിച്ചു. പ്രത്യേകമായിട്ട് 12-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യം 2 പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ട് ദൈവമക്കൾക്ക് ജയത്തോടെ മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കും, എന്തുകൊണ്ട് ദൈവമക്കൾക്ക് സ്വസ്ഥതയിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. 2 കാരണം താഴെ പറയുന്നത്. ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. നമ്മൾ 2 കാര്യം നമ്മൾ മനസ്സിലാക്കി. 12-ാമത്തെ വാക്യം റീമ എന്നുള്ള വേർഡിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ 13-ാമത്തെ വാക്യം ലോഗോസ് എന്നുള്ള വേർഡിനെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ വീണ്ടും അത് പിന്നോട്ട് ചിന്തിപ്പിക്കുവാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. 12-ാമത്തെ വാക്യം വെളിപ്പെടുത്തുന്നത് റീമയെ വെളിപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു എന്താണ് ലോഗോസ്, എന്താണ് റീമ. റീമ എന്ന് പറയുന്നത് ദൈവവചനം ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക, പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് റീമ എന്ന് പറയുന്നത്. 2 ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. എന്നാൽ ലോഗോസ് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് അതിന് അർത്ഥമാകുന്നത്. ഒന്ന്, അതിൻ്റെ ഒരു സ്പോക്കൺ വേർഡ്, സംസാരിക്കപ്പെടുന്ന വചനം. 2, ലിവിങ് വേർഡ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയത് ലോഗോസായിട്ട് വെളിപ്പെടുത്തി. നമ്മളതിൻ്റെ പ്രാരംഭമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയിൽ ഞാൻ നിൽക്കട്ടെ. 12-ാമത്തെ വാക്യപ്രകാരം പറയുന്നു ദൈവവചനത്തിൻ്റെ ചില പ്രാധാന്യത. ദൈവവചനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനം വെറും സ്പോക്കൺ വേർഡായിട്ടിരിക്കുമ്പോഴുള്ള ഒരു ബെനിഫിറ്റിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവവചനം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് കടന്നു വരുമ്പോൾ, പ്രായോഗിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കാണുവാനായിട്ടിടയായി തീർന്നത്. പ്രധാനമായിട്ട് 12-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. വേഴ്സ് 12. പ്രധാനമായിട്ട് 5 പ്രത്യേകതകളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് നോട്ട് തന്നതിൽ 3-ാമത്തത് 2 ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്തത്. അത് ഡിഫറൻസ് ആയിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളത്, ക്യുക്കൻ, ജീവിപ്പിക്കുന്നത്. 2, ദൈവത്തിൻ്റെ വചനം പവർഫുൾ, ശക്തിയുള്ളത്, ചൈതന്യമുള്ളത്. 3, ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, ഷാർപ്പർ ദാൻ ടു എനി ടു-എഡ്ജ് സോർഡ്. 4, എ ഡിസേണർ, വിവേചിക്കുന്നത്. 4-ാമത്തെ പിയേഴ്സിങ്, തുളച്ച് ചെല്ലുന്നത്. 5-ാമത്തത് ഡിസേണിങ്, വിവേചിക്കുന്നത്. ദൈവവചനത്തിൻ്റെ 5 പ്രാധാന്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4 തന്നുള്ളൂ. അത് 3ഉം 4ഉം ഇപ്പോൾ തന്നത് 2 കൂടി ഒരുമിച്ച് ചേർത്താണ് നമ്മൾ നിങ്ങൾക്ക് നോട്ട് തന്നത്. അതാണ് അവിടെ പറ്റിയത്. ബട്ട് അത് 5ആയിട്ട് നമ്മൾ ഡിഫറൻസായിട്ട് നമ്മൾ ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനം 2 പ്രത്യേകതകളെയാണ്. 1, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ജീവിപ്പിക്കുന്നതാണ്. 2, ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഇന്ന് രാത്രിയിൽ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ 3-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഷാർപ്പർ ദാൻ എനി ടു-എഡ്ജ് സോർഡ്, ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ഒന്ന് നോട്ട് ചെയ്താട്ട്. ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, ഷാർപ്പർ ദാൻ എനി ടു-എഡ്ജ് സോർഡ്. എന്താണ് വേദപുസ്തകത്തേക്ക് ദൈവത്തിൻ്റെ വചനം റീമയായിട്ട് മാറ്റപ്പെടുമ്പോൾ എന്താണ് അവിടെ പറയപ്പെടുന്നത്? ആ പ്രത്യേകമായിരിക്കുന്ന വിഷയം ഒന്ന് പഠിപ്പിക്കുവാനായിട്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഭാഗത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തെ 3 പ്രധാനപ്പെട്ട പാർട്ടുകളായിട്ട് തിരിക്കുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം, ദ ബുക്ക് ഓഫ് റെവലേഷൻ, പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, പെട്ടെന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. വെളിപ്പാട് പുസ്തകത്തെ 3 പാർട്ടുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. ഇതാണ് 3 ഭാഗങ്ങൾ. വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുമെങ്കിൽ ഈ വാക്യമാണ് അതിൻ്റെ കാതലായിരിക്കുന്ന ഭാഗം. 1, നീ കണ്ടത്, വാട്ട് യു സോ, നീ കണ്ടത്. 2, ഇപ്പോൾ ഉള്ളത്. 3, ഇനിയും സംഭവിപ്പാനിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്താട്ട്. നീ കണ്ടത്, വാട്ട് യു സോ, ഇപ്പോൾ ഉള്ളത്, ഇനിയും സംഭവിപ്പാനിരിക്കുന്നത്.
the things to come. ഇപ്പോൾ നീ കണ്ടത് എന്ന് പറയുന്നത് റെവലേഷൻ ചാപ്റ്റർ 1, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. നീ കണ്ടത് എന്താ കണ്ടത്? യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. The risen Christ glory, the glory of risen Christ. ഉയർക്കപ്പെട്ടവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണ് യോഹന്നാൻ കണ്ടത്. അതാണ് 1-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. 1-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രധാനമായിട്ട് 12 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് ഇപ്പോൾ ഉള്ളത് വെളിപ്പാട് 2 and 3, 2-3 അധ്യായം. അതാണ് ആസിയയിലെ 7 സഭകൾ, 7 churches at Asia, Asia Minor. 7 churches at Asia Minor. ആസിയയിലെ 7 സഭകൾ, അതാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫസി കൊടുക്കുന്ന സമയത്ത് ഉള്ളതായിരിക്കുന്ന 7 സഭകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഇനി സംഭവിപ്പാൻ പോകുന്നത് റെവലേഷൻ ചാപ്റ്റർ 4 to 22, വെളിപ്പാട് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. അതിൽ നമ്മൾ പ്രാധാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും സഭയുമായിട്ട് ഒരു വലിയ റിലേഷൻഷിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പറയുന്ന വേർഡ്. കർത്താവായി ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത നമ്മൾ കാണുന്നതും, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ സഭയ്ക്ക് കർത്താവായ യേശു ആരെന്ന് വെളിപ്പെടുന്നത് തമ്മിൽ വലിയ സാമ്യമുണ്ട്. അഥവാ 1-ാം അധ്യായത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണോ 2-3 അധ്യായങ്ങളിൽ വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രൂപമെന്ന് ആ യേശുക്രിസ്തുവിൻ്റെ ഫിക്സഡ് ആയിരിക്കുന്ന ഒരു രൂപമല്ല വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിപ്പിക്കുന്നത്. എങ്കിലും അത് പ്രത്യേകമായിട്ട് ചില വിഷയങ്ങൾ, ആശയങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള മാർഗമാണ്. ചിലതിനെ വെളിപ്പെടുത്തുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് കടന്നു വന്നോ ഞാൻ എൻ്റെ വിഷയത്തിൽ വരാം. അതിൻ്റെ 13-ാമത്തെ വാക്യം, 13, 14, 15, 16-ാമത്തെ വാക്യം വായിച്ചാട്ട്. മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. എങ്ങനെയായിരുന്നു അവൻ്റെ രൂപം? താഴോട്ട്. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെ ഹിമത്തോളം വെള്ളയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെ ഹിമത്തോളം വെള്ള എന്ന് പറയുന്നത് ഹിസ് ഇറ്റേണിറ്റിയെ വെളിപ്പെടുത്തുന്നു. പുരാതനത്വം. തലമുടി വെളുത്തിരിക്കുന്നത് പറയുന്നത് പ്രായത്തിൻ്റെ ലക്ഷണം അത് ഏജിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പുരാതനായവൻ, എവർലാസ്റ്റിംഗ് ഗാഡ്. നെക്സ്റ്റ്, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. കണ്ണ് എന്തിന് യൂസ് ചെയ്യുന്നു? സീയിങ്, കാഴ്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ നത്തിങ് ഹിഡൻ ബിഫോർ ഹിം. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്ന് പറയുമ്പോൾ ഒന്നും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. Nothing hidden before him. 3, ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. വെള്ളോട് എന്ന് പറയുന്നത് സ്ട്രെങ്ത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഉലയിൽ ചുട്ടുപഴുപ്പിച്ചതെന്ന് പറയുന്നത് കഷ്ടതയിൽ കൂടെ ആ സ്ട്രെങ്ത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തു. എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? സകലതും അവൻ്റെ അധീനത്തിന് കീഴിലായിരിക്കുന്നു. ഹീ ഈസ് ഓൾ മൈറ്റി, സകലത്തിന്മേലും ശക്തൻ. താഴെ, യെസ്, അവൻ്റെ ശബ്ദം നിങ്ങൾക്കറിയാം അതെന്ത് വെളിപ്പെടുത്തുന്നു? പവർ, അധികാരത്തെ വെളിപ്പെടുത്തുന്നു. അതോറിറ്റിയും പവറും തമ്മിൽ, അധികാരവും ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, താഴോട്ട്. 7 നക്ഷത്രം എന്ന് പറഞ്ഞ് 7 സഭകളുടെ ദൂതന്മാർ, 7 ഏഞ്ചൽസ് ഓഫ് ദ 7 churches. പ്രധാനമായിട്ട് ദൂതന്മാരെന്ന് പറയുന്നത് മൂപ്പന്മാരെ ചൂണ്ടിക്കാണിക്കുന്നു. ദ ലീഡേഴ്സ്. 7 സഭകളിലെ 7 മൂപ്പന്മാർ അഥവാ ദ ടോപ്പ് പൊസിഷൻസ്. നെക്സ്റ്റ്,
അതിൻ്റെ കൂടെ വേറൊന്നുകൂടെ ഉണ്ട്. ആ യെസ്, വായിച്ചാട്ടെ. 7 നക്ഷത്രമുണ്ട്. ഓക്കെ, താഴോട്ടെ സിസ്റ്ററെ. ഓക്കെ, ഇരുവാറ്റുള്ള വാൾ വെളിപ്പെടുന്നു. ഇരുവാറ്റുള്ള വാൾ വെളിപ്പെടുത്തുന്നത് ഗാഡ്സ് വേർഡ്, ദൈവവചനം. നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ആ വിഷയത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഗാഡ്സ് വേർഡ്, ദൈവവചനം. നെക്സ്റ്റ്, മുഖം സൂര്യനെ പോലെ, അത് ഗ്ലോറിയെ വെളിപ്പെടുത്തുന്നു, തേജസ്. ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അംഗപ്രത്യംഗമായിട്ട് നമ്മൾ കാണുന്ന സ്വഭാവം. ഈ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവത്തെ നമ്മൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ സഭകൾക്ക് ആ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഇവിടെ കർത്താവായ യേശു എഫെസോസിലെ സഭയ്ക്ക് വെളിപ്പെടുമ്പോൾ ഇപ്രകാരം വെളിപ്പെടുകയാണ്: 7 നിലവിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട്, 7 നക്ഷത്രം കരങ്ങൾ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കിൻ്റെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എഫെസോസിലെ സഭയ്ക്ക് എങ്ങനെ ആവശ്യമാണോ ആ രീതിയിലാണ് യേശുവോട് വെളിപ്പെടുന്നത്. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മുടെ ചിന്തയിൽ നിൽക്കേണ്ട ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് വരുവാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വെളിപ്പാട് പുസ്തകം സഭയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ അംഗങ്ങൾ, അവയവങ്ങളെ ആദ്യമായിട്ട് വെളിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തിനാ അവിടെ വെളിപ്പെടുത്തുന്നത് അറിയാമോ? ആ സഭയുടെ വീക്ക്നെസ്സോ ആ സഭയുടെ ആവശ്യകതയോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ അവയവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ വേർഡ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സഭയുടെ മുൻപിൽ ഓരോ പ്രാവശ്യവും യേശു ക്രിസ്തുവിൻ്റെ ഓരോ അവയവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് കാരണം ആ പ്രത്യേകമായിരിക്കുന്ന അവയവത്തിൽ കൂടെ വെളിപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നു. ഒന്നുകിൽ സഭയുടെ ബലഹീനതയായിരിക്കാം, അല്ലെങ്കിൽ സഭയുടെ നന്മയായിരിക്കാം, നല്ല വശമായിരിക്കാം. അതിൽ കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇത് വെളിപ്പെടുത്തുവാനാണ് ഇങ്ങനെ അവയവമായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മുടെ ചിന്തയിലേക്ക് നിൽക്കേണ്ട ഭാഗത്തിൽ ഞാൻ കടന്നു വരട്ടെ. പെർഗമോസ് സഭ, അതിൻ്റെ 12-13 വാക്യം ഒന്ന് വായിച്ചാൽ, വേഴ്സ് 12 and 13. അവിടെ പറയുന്നു, പെർഗമോസ് സഭയെക്കുറിച്ച് കർത്താവ് അപ്പോസ്തലനായ യോഹന്നാന് ദൂത് വെളിപ്പാട് കൊടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇരുവായ്ത്തിലുള്ള വാൾ ഉള്ളവൻ അരളി ചെയ്യുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പെർഗമോസിലെ സഭയ്ക്ക് ആരായിട്ട് വെളിപ്പെടുന്നു? ഇരുവായ്ത്തിലുള്ള വാളായിട്ട് വെളിപ്പെടുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പേ വായിച്ച വാക്യം ഇപ്രകാരമാണ്. എബ്രായലേഖനം 4:12 ഇപ്രകാരം വായിച്ചു: ഏത് വാളിനേക്കാളും ഇതിനെന്തുണ്ട്? മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ഷാർപ്പ്നെസ് ആണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇത് മുറിക്കുവാൻ തക്കവണ്ണം ഇതിന് സാധിക്കും. ഇത് അത്രമാത്രം ഷാർപ്പാണ്. ഈ ഷാർപ്പ്നെസ് ഈ പെർഗമോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഇരുവാറ്റുള്ള വാളായിട്ട് വെളിപ്പെടുത്തി? ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വേർഡ്, എങ്കിൽ മാത്രമേ ഇരുവാറ്റുള്ള വാളിൻ്റെ പ്രത്യേകതയെ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. എന്താണ് എബ്രായ ലേഖനത്തിൽ അർത്ഥമാക്കുന്നത്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞതുവരെ? ഈ സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ ആ വെളിപ്പെട്ട അവയവം എന്തായിരിക്കുന്നുവോ അതിൻ്റെ പ്രത്യേകതകളായിരിക്കണം ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. ഇവിടെ പെർഗമോസിലെ സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു ഇരുവായ്ത്തുള്ള വാളായിട്ട് വെളിപ്പെട്ടപ്പോൾ സഭയുടേതായിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇരുവായ്ത്തുള്ള വാൾ? ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമ്മൾക്ക് മുൻപോട്ട് കടന്നു പോകാം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. Ephesians chapter 6 verse 17. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. അപ്പോൾ ഇരുവാറ്റുള്ള വാള് എന്ന് പറയുന്നത് ഗാഡ്സ് വേർഡ്, ദൈവവചനമാണ്. ദൈവവചനം, ഇരുവാറ്റിലുള്ള വാൾ, ദൈവത്തിൻ്റെ വചനം.
എന്താണ് ഇവിടെ പെർഗമോസിലെ സഭയ്ക്ക് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്? അവിടെ പറയുന്നു, ഇരുവായ്ത്തലുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത് അവരെ മുറിക്കുവാൻ തക്കണം കഴിവുള്ളവൻ. എന്തായിരുന്നു സഭയുടെ അവസ്ഥ? സഭയുടെ ഒരു 2 പ്രാധാന്യതയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, വേഴ്സ് 13 വെളിപ്പാട് 2:13. ഈ സഭയുടെ 2 പ്രാധാന്യതകളെയാണ് കർത്താവായ യേശു ക്രിസ്തു ആദ്യം വെളിപ്പെടുത്തുന്നത്. ഇവിടെ പറയുന്നു, ഒന്നാമത് പറയുന്നു, നീ എവിടെയാ പാർക്കുന്നത്? നീ പാർക്കുന്നിടം സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം. നിങ്ങൾക്കറിയാം, സാത്താൻ പരമശക്തിയോടെ വാഴുന്ന ഒരു സ്ഥലമായിരുന്നു പെർഗമോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പൂർണ്ണ അധികാരത്തിന് കീഴിൽ പൂർണ്ണമായിരിക്കുന്ന ശക്തി വെളിപ്പെടുത്തിയ ഒരു സ്ഥലമാണ് പെർഗമോസ്. ഈ ദേശത്താണ് ഒരു കൂട്ടം ആത്മാക്കളെ ദൈവം കണ്ടുമുട്ടിയത്. അവിടെ ദൈവം കർത്താവായ യേശു പറയുന്നു, അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടമെന്നും. എന്നിട്ട് ഈ സഭയുടെ 2ാമത്തെ പ്രത്യേകത പറയുന്നത്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ ടോട്ടലി തകർത്ത് കളയേണ്ട ഒരവസ്ഥയായിരുന്നു അന്തിപ്പാസിൻ്റെ മരണം കൊണ്ട് സംഭവിച്ചത്. അഥവാ അന്തിപ്പാസ് രക്തസാക്ഷിയായി തീരുവാനിടയായി തീർന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തെ ആകെ പാടെ മാറ്റിമറിക്കേണ്ട ഒരു വിഷയമായിരുന്നുവെങ്കിലും ഇത്രമാത്രം പ്രതികൂലം അവരുടെ മുമ്പിൽ കടന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ സഭയുടെ ഗുണം, ഒന്ന്, സാത്താൻ പാർക്കുന്ന ഇടത്താണ് അവർ വസിക്കുന്നത്, എങ്കിലും അതുമായിട്ട് അവർ ബന്ധപ്പെട്ടില്ല. 2 പറയുന്നത്, അവരുടെ വിശ്വാസം തകർന്നു പോകേണ്ട ഒരു സ്ഥാനത്തും അവരുടെ വിശ്വാസം തകരുവാനായിട്ടിടയായി തീർന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടെങ്കിലും സാത്താൻ്റെ സിംഹാസനത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെങ്കിലും എനിക്ക് ദൈവം തന്ന വിശ്വാസത്തിൽ നിന്ന് എന്നെ മാറ്റിക്കളയുവാൻ ഒരു സാത്താൻ്റെ ശക്തിക്കും സാധ്യമല്ലെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ പറയും. ഇന്നതുകൊണ്ടാണ് ഞാൻ ദൈവസന്നിധി വളരാത്തത്, ഇന്നതുകൊണ്ടാണ് എനിക്ക് മുൻപോട്ട് കടന്നു പോകാൻ പറ്റാതെ. എന്നാൽ ഒന്ന് ദൈവമക്കൾ ഓർക്കണം, ഇവിടെ സാത്താൻ്റെ സിംഹാസനമുള്ള പെർഗമോസ് ദേശത്തെങ്കിലും അവരുടെ വിശ്വാസം ഒരല്പം പോലും ചഞ്ചലിക്കാതെ വിശ്വാസം നിലനിർത്തുവാൻ സാധ്യമായി തീർന്നുവെങ്കിൽ ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെയും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും വിശ്വാസം നിലനിർത്തുവാൻ അവൻ ശക്തനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനും നിങ്ങളുമായിരിക്കുന്ന എത്ര പ്രതികൂലം നമ്മൾ കണക്കാക്കിയോ, പക്ഷേ ആ പ്രതികൂലത്തിന് നടുവിൽ ദൈവം നമ്മെ നിർത്തുന്നതോ വിശ്വാസത്തോടുകൂടി നിർത്തുവാനിടയായിത്തീരും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ സഭയുടെ നല്ല 2 ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത 2 ദോഷവശങ്ങളെയാണ് പറയുന്നത്. അവിടെയാണ് ഇരുവായ്ത്തലുള്ള വാൾ വെളിപ്പെടാൻ പോകുന്നത്. വായിച്ചട താഴോട്ട് അതിൻ്റെ 14-ാമത്തെ വാക്യം. യെസ്, കർത്താവായ യേശു സഭയെ നോക്കൊണ്ട് പറയുന്നു, നിന്നെക്കുറിച്ച് ചെറിയൊരു കുറ്റം പറയുവാനുണ്ട്. എന്താണ് ആ കുറ്റം? അപ്പോൾ അവിടെ ഒന്നാമത്തെ അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാം എന്ന് പറഞ്ഞാൽ ബിലെയാമിൻ്റെ ടൈപ്പ് ഒരു കൂട്ടം ആൾക്കാർ എവിടെ ഉണ്ട്? ഈ പെർഗമോസ് സഭ. നിങ്ങൾ മനസ്സിലാക്കണം, സഭയുടെ ഗുഡ്നെസ്, നന്മയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയോ? അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടമാണെങ്കിലും വിശ്വാസം തകർന്നു പോകേണ്ട ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നിട്ടും അവരെന്ത് ചെയ്തില്ല? വിശ്വാസം തകരാതെ നിലനിന്നു. ഇത്രമാത്രം തകരാതെ നിലനിന്ന വിശ്വാസികളെ നോക്കി കർത്താവായ യേശു ക്രിസ്തു പറയുന്ന അടുത്ത വേർഡാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ പറയുന്നത് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. അപ്പോൾ ഈ സഭയ്ക്ക് വിശ്വാസമുണ്ട്, സഭ നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നുവെങ്കിലും സഭയുടെ വേറൊരു വീക്ക്നെസ്സിനെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം എന്താ ബിലെയാമിന്റെ ഉപദേശം നിങ്ങൾക്കറിയാം. ബിലെയാം ഇസ്രായേൽ മക്കൾക്ക് അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ബാലാക്ക് ഈ ബിലെയാമിനെ വിളിച്ചുകൊണ്ട് വന്ന ഇസ്രായേൽ മക്കളെ ശപിക്കുവാനാകുന്നുവെങ്കിലും ഇസ്രായേൽ മക്കളെ ശപിക്കുന്നതിന് പകരമായിട്ട് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. 3 പ്രാവശ്യം 3 മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് യാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചിട്ട് ബിലെയാം ഇപ്രകാരം പറയുകയാണ്, ദൈവം
ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഇവൻ ദൈവം അനുഗ്രഹിപ്പാൻ വേണ്ടി ഇവനെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മറിച്ച് ഒരു വാക്കും പറയുവാൻ സാധ്യമല്ല. ദൈവമക്കളെ മനസ്സിലാക്കിക്കോണം, ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ വിളിച്ചിരിക്കുന്നുവെങ്കിൽ, ഏത് ദുഷ്ടശക്തി എന്നെ ശപിക്കുവാൻ എഴുന്നേറ്റ് വന്നാലും ആ ദുഷ്ടശക്തിക്ക് എന്നെ ശപിക്കുവാൻ സാധ്യമല്ല. എന്താ ഇവിടുത്തെ വിഷയമെന്ന്? ഇവിടെ ബിലിയാമോ അനുഗ്രഹിപ്പാൻ വേണ്ടി ശപിക്കുവാൻ വേണ്ടി കടന്നു വന്നുവെങ്കിലും ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചുകൊണ്ട് ബിലിയാം അനുഗ്രഹിക്കുന്നവനായി തീർന്നു. 4-ാമത്തെ പ്രാവശ്യം യാഗം കഴിച്ചെങ്കിലും ദൈവത്തിന് വെളിപ്പാട് പ്രാപിക്കുവാൻ ആഗ്രഹിക്കാതെ ഈ ബിലിയാം ഇപ്രകാരം പറയുകയാണ്, യാക്കോബിൽ ഞാനൊരു തിന്മ കാണുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകതയെ ബിലിയാം പറയുകയാണ്, ഇതാ അവർ തനിച്ച് പാർക്കുന്നൊരു ജനം, ജാതികളോടുകൂടെ ഉൾപ്പെടാത്തവർ. അവരുടെ റിയൽ ആയിരിക്കുന്ന വിഷയത്തെ ബിലിയാം മനസ്സിലാക്കി അവരെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോകുക. എന്നാൽ കാലങ്ങൾക്ക് ശേഷം മോശ പറഞ്ഞു, ഈ മോവാബ്യരെ പരിപൂർണമായി നശിപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ മോവാബ്യ രാജാവായിരിക്കുന്ന ബാലാക്കിനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ മോവാബ്യ ദേശത്ത് ഒരു ബിലിയാമിനെ കൂടെ അവർ കൊല്ലുവാൻ ഇടയായി തീർന്നു. എന്താ അവിടെ സംഭവിച്ചത്? നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഇസ്രായേൽ മക്കളെ പബ്ലിക്കായിട്ട് അനുഗ്രഹിച്ചവൻ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ മോവാബ് ദേശത്ത് ചെന്ന് താമസിക്കുവാൻ കാരണമായി തീർന്നു. എന്താ മോവാബ് ദേശത്ത് നിന്ന് താമസിക്കുവാൻ കാരണം? നിങ്ങൾ മനസ്സിലാക്കണം, ബാലാക്ക് ഓൾറെഡി ബിലിയാമിനോട് ഇപ്രകാരം പറഞ്ഞു. ബിലിയാമിനോട് പറഞ്ഞത്, നീ എന്ത് ചോദിച്ചോ ഞാൻ നിനക്ക് തരാം. എൻ്റെ എന്തായിരുന്നാലും എന്തെല്ലാം നീ ദാനം ഞാൻ ചോദിച്ചു കൊള്ളാം, ഞാൻ നിനക്ക് തരാം. എന്നാൽ ബിലിയാം ഒരു കാര്യം പറഞ്ഞു, നീ എനിക്ക് ഈ കൊട്ടാരത്തിൽ സകലമായ സമ്പത്തും അതിൻ്റെ പകുതി തന്നാലും ദൈവത്തിന് വിരുദ്ധമായി ഞാൻ വേർഡ് പറയത്തില്ല. ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി നിന്ന് കാണിക്കുന്ന ബിലിയാമേ, നീ എന്തുകൊണ്ടാണ് ഇപ്പം ഈ മോവാബ് ദേശത്ത് കടന്നു വന്നതോ? കടന്നു വരാൻ കാരണമുണ്ട്. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 22-ാം അധ്യായം, നമ്പേഴ്സ് 25-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നമ്പേഴ്സ് ചാപ്റ്റർ 25 വേഴ്സ് 1. ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്യപ്പെടും. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു വിഷയമാണിത്. എന്താ സംഭവിച്ചത്? ഇവിടെ ബിലിയാം ഒരു കാര്യം മനസ്സിലാക്കി, എന്തുകൊണ്ട് ഈ ജനത്തിന് ശാപമേൽക്കുന്നില്ല? ശാപമേൽക്കാത്തതിന് കാരണം ഇതാ തനിച്ചു പാക്കുന്ന ഒരു ജനമാണ്, ജാതികളോടുകൂടി എണ്ണപ്പെടുന്നില്ല. ഇവർ യഥാർത്ഥമായിരിക്കും വേർപാട് അനുഭവിക്കുന്ന ഒരു ഗണമാണ്. അതുകൊണ്ട് അവരെ ശപിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? ഇവരാദ്യമായിട്ട് ഇവരുടേതായിരിക്കുന്ന സെപ്പറേഷൻ പൊല്യൂട്ടഡ് ആകണം, ഇവരുടെ സെപ്പറേഷൻ കലങ്ങണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ കടന്നു വരികയുള്ളൂ. ബിലിയാം ഒരു കാര്യം, ഒരു പൂള് വെച്ചു പോയി ഒരു കാര്യം ബാലാക്കിനോട്, ബാലാക്കെ നീ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സ്ത്രീകളെ ഇസ്രായേലിലേക്ക് കടത്തിവിടുക. അപ്പോൾ എന്തുവരും? അവർ ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ത്രീകൾ അവരുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ട് പോകുക, ദേശം കലങ്ങുവാനിടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ബിലിയാമിൻ്റെ ഉപദേശം എന്താണെന്നറിയാമോ? ബിലിയാമിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞ പുറമേ അനുഗ്രഹം കൽപ്പിച്ചിട്ട് പിന്നിൽ നിന്നിട്ട് ശപിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കും. ദൈവമക്കൾ മനസ്സിലാക്കണം, ഇത് എന്തുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞു ഞാൻ ഇരുവായത്തുള്ള വാളെന്ന് പറയുവാൻ കാരണമെന്ന്? ഇത് പുറമേ ഒരു മനുഷ്യനോ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. പുറമേ നോക്കിയാൽ ബിലിയാം എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. ബിലിയാമിൻ്റെ സകല വാക്കുകളും അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് മാത്രമാണ് ബിലിയാമിന് പറയുവാനുള്ളത്. എന്നാൽ ഈ ബിലിയാം ഒരല്പകാലം കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ ശത്രുവിനോടുകൂടെ ചേർന്ന് എങ്ങനെ ഈ ജനത്തെ അവരുടേതായിരിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളത് ഈ ബിലിയാം ബാലാക്കിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണമേ, ഇവിടെ സഭയ്ക്ക് വിശ്വാസമുണ്ട്, സഭ കളങ്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തു സഭയെ നോക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് കളങ്കം വന്നിട്ടില്ലെന്നുള്ള സത്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറ്റമുണ്ട്. പുറമേ നിങ്ങൾ അനുഗ്രഹം കൽപ്പിച്ചിട്ട് പിന്നിൽ കുത്തുന്ന പരിപാടി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നാം ധാരാളമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് മുൻപിൽ നിന്ന് അനുഗ്രഹിച്ചിട്ട് പിൻപിൽ നിന്ന് കുത്തുന്നത്. വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും മറ്റ് എവിടെ നിങ്ങൾ നോക്കിയാലും ഈ ഒരു കാര്യം നിങ്ങൾ കാണുവാൻ സാധിക്കും. പുറമേ മാന്യരാണെന്ന് വെളിപ്പെടുന്നു. എന്നാൽ ഇതൊന്ന് മനസ്സിലാക്കി വരണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി എങ്ങനെ സംസാരിക്കുന്നുവോ ആ രീതിയിലായിരിക്കും നാം ആ വ്യക്തിയെ കാണുന്നത്.
മറിച്ച് കാണുവാനായിട്ട് സാധ്യമല്ല. ഒരു സമയം വരെ എപ്പോൾ അതിന് വിരുദ്ധമായിട്ടൊരു പ്രവർത്തനം കടന്നു വരുമോ അന്ന് മാത്രമേ ആ വ്യക്തിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യത്തുള്ളൂ. ഇത് മനസ്സിലാക്കണേ ആക്കേ സാധിക്കത്തുള്ളൂ. പുറമേ നിന്ന് അനുഗ്രഹിച്ചിട്ട് ശാപഗ്രസ്തമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഒറ്റയാൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ദൈവമാണ് ഇരുവാറ്റുള്ള വാൾ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ഭാഗത്തെയും നമ്മുടെ പുറമേയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിൻ്റെ അകമേയുള്ളതും ശരിയായിട്ട് കീറി മുറിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യമതയുണ്ട്. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യനെന്ന് വെച്ചുകൊണ്ട് ഒരു പാത്രം വെള്ളം കുടിപ്പാൻ കൊടുത്താൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോകയില്ല. എന്നാൽ നിങ്ങൾക്ക് മാനം ലഭിക്കേണ്ടതിന് പരീശന്മാർ കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ കാഹളം ഊതുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. രണ്ട് കാര്യം അവിടെ നടക്കുന്നത്. ഒന്ന്, മറ്റുള്ളവരെ കാണിക്കേണ്ടതിന്. രണ്ട്, സ്വയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കേണ്ടതിന്. അപ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? പുറമേയുള്ളൊരു പ്രവർത്തനമായിരിക്കും, പുറമേയുള്ള പ്രവർത്തനം വളരെ നല്ലതായിരിക്കാം, എന്നാൽ ദൈവം നോക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആറ്റിറ്റ്യൂഡ് ആകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മെക്കുറിച്ച് കാണുന്നത്, ദൈവം നമ്മെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ പുറത്തേച്ച പ്രവർത്തനങ്ങളല്ല, മാത്രമല്ല ദൈവം കാണുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ സകല ഹൃദയ രഹസ്യങ്ങളുമായിട്ട് ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവിടെയാണ് നമ്മുടെ സകല രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നത്, നിഷ്കളങ്കതയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. എന്താ ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത്? പുറത്തുള്ളത് അകത്ത്, അകത്തുള്ളത് പുറത്ത്. ഇതാണ് ഇന്നസെൻസി. കാപട്യമില്ല. കപടഭക്തി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് മറ്റൊന്ന് വെളിപ്പെടുത്തുന്നു. എന്താ ഇവിടെ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഇരുവാറ്റുള്ള വാളിന് അതിനെ ശോധന ചെയ്യുവാൻ സാധിക്കും. രണ്ട്, നെക്സ്റ്റ് വേർഡ്, നെക്സ്റ്റ് അവരുടെ വീക്ക്നെസ്. വെളിപ്പാട് 2:15, നിക്കലാവിയരുടെ ഉപദേശം പിടിച്ചിരിക്കുന്ന നിനക്കവിടെ ഉണ്ട്. എന്താ നിക്കലാവിയരുടെ ഉപദേശം എന്നറിയാമോ? വിശുദ്ധ ബന്ധം. വിശുദ്ധ ബന്ധമെന്ന് പറയുന്നത്, ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത്, ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ട വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുക. എന്നാൽ ഇവിടെ നിക്കലാവിയരുടെ ഉപദേശം എന്ന് പറയുന്നത്, വിശുദ്ധന്മാരും വിശുദ്ധരും വിശുദ്ധമതികളും ഒരുമിച്ച് കൂടി ഈവൻ അവരുടെ റിലേഷൻഷിപ്പ് വിട്ടുമാറി ബന്ധപ്പെട്ടാൽ there is nothing wrong, that is holy relationship എന്ന. അതാണ് നിക്കലാവിയരുടെ ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ് ഈ രണ്ട് വീക്ക്നെസ് ഉള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ആത്മീയ ജീവിതം പള്ളിയിൽ വരുമ്പോഴുള്ള ഒരു ജീവിതം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശരിയായിട്ട് പരിശോധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അത് വേർപെടുത്തുന്നതാണ്. എന്താണ് അതിൻ്റെ റിയാലിറ്റി, എന്താണ് അതിൻ്റെ സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരണമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. അതോടൊപ്പം തന്നെ സന്ധികളെയും മജ്ജകളെയും വേർപിടിപ്പിക്കുന്നു. സന്ധികളും മജ്ജകളും അത് വേർപെടുത്തുന്നതായിരിക്കുന്ന ദൈവത്തിന് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വളരെ ആഴത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഒന്ന് റിയലായിട്ട് ഒന്ന് മുറിച്ച് അതിൻ്റെ പ്രവൃത്തി അത് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ മറച്ചു വെക്കുവാനായിട്ട് ഒന്നുമില്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും, ഏതെല്ലാം ലെവലാണെങ്കിലും, ഭൗതികമായിരിക്കും ജീവിതമോ ആത്മീയമായ ജീവിതമോ, നമ്മുടെ ജീവനായിരിക്കുന്ന മരമായിരിക്കാം, മജ്ജയായിരിക്കാം, രക്തം അതിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്നു അതായിരിക്കാം, അല്ലെങ്കിൽ സന്ധികളായിരിക്കാം, ബലപ്പെടുത്തുന്നതായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലാണ് ശോധന ചെയ്യപ്പെടുന്നത്. ആ വചനത്തിന് മുൻപിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ വേർപെടുത്തുവാനായിട്ട് സാധിക്കും. ഇതിനെ അംഗം അംഗമായിട്ട്, ഭൗതികമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് സാധ്യമാകാത്തത് ദൈവത്തിൻ്റെ വചനത്തിന് അത് ക്രോസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് കീറി മുറിച്ച്
അതിലെ ഓരോ അണുക്കളെയും എടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമ്മെ പരിപൂർണമായിട്ട്, നമുക്കറിയാം കർത്താവിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ നമ്മൾ നിൽക്കുവാൻ പോകുമ്പോൾ യേശുക്രിസ്തു വിധിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനം വെച്ചുകൊണ്ടാണ്. നമ്മളെല്ലാവരും രക്ഷപ്പെടുമെന്നുള്ള സത്യമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യകാശം ആരെല്ലാം എടുക്കപ്പെട്ടുവോ അവരാരും പിന്നീട് നശിച്ചു പോകുകയില്ല. വ്യത്യാസം വരുന്നത് പ്രതിഫലത്തിന് മാത്രമേ ഉള്ളൂ. പ്രതിഫലത്തിൻ്റെ വ്യത്യാസം വരുവാനുള്ള കാരണം അവർ ഈ ലോകത്തിൽ ചെയ്തുമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് അവരുടെ ഹൃദയം, എന്തായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്, അതിൽ കൂടെയാണോ ദൈവം പ്രതിഫലം തരുവാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണേ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കണ്ടുപിടിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയിലല്ല നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. പിന്നെ എവിടെ? കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതായിരിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങളിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എങ്ങനെ ചെയ്താൽ ഈ പ്രവർത്തനം സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെടുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, മധ്യകാലത്ത് കർത്താവായ യേശുക്രിസ്തു വെക്കുവാൻ പോകുന്ന ന്യായാസനത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾ അതിൽ കൂടെ കടത്തുമ്പോൾ തീയ് അതുകൊണ്ട് ശോധന ചെയ്യും. ചിലത് വെള്ളി, വലിയ കല്ല്, പൊന്ന്, വെള്ളി, ചിലത് മരം, പുല്ല്, വൈക്കോൽ, ഈ 6 വിധ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ പ്രവർത്തനം. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, ഈ 6 വിധ മെറ്റീരിയൽ ഉണ്ടാക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ പറയുന്ന വേർഡ്, ഈ 6 വിധ മെറ്റീരിയൽ ഉണ്ടാക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, വിശുദ്ധനാണ് ഒന്ന് വലിയ കല്ലുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്നത്, വിശുദ്ധൻ്റെ പ്രവർത്തനമാണ് ഒന്ന് പൊന്നായി മാറ്റപ്പെടുന്നത്, വിശുദ്ധൻ്റെ പ്രവർത്തനമാണ് ഒന്ന് വെള്ളിയായി മാറ്റപ്പെടുന്നത്. അതേ അപ്രകാരം തന്നെ ഒരു വിശുദ്ധൻ്റെ പ്രവർത്തനമായിരിക്കും മരമായിട്ട് മാറ്റപ്പെടുന്നത്. അപ്രകാരമുള്ളൊരു വിശുദ്ധൻ്റെ പ്രവർത്തനമായിരിക്കാം പുല്ലായിട്ട് വെളിപ്പെടുന്നത്. അപ്രകാരമുള്ളൊരു വിശുദ്ധൻ്റെ പ്രവർത്തനമായിരിക്കും വൈക്കോലായിട്ട് വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ അത് വലിയ കല്ലായിട്ടോ പൊന്നായിട്ടോ വെള്ളിയായിട്ടോ എങ്ങനെ സ്വരൂപിക്കുവാൻ സാധിക്കും? ഈ ലോകത്തിലെ പ്രവർത്തനമാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, പഠിക്കുക. അതിനകത്ത് സകല ക്ലൂവും അടക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവേൻ. ഒരു വ്യക്തി താല്പര്യത്തിനല്ലാതെ ദൈവത്തിൻ്റെ മഹിമയ്ക്കാണത് കടന്നു പോകുന്നുവെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ കീറി മുറിക്കുന്നുവെങ്കിൽ, മുറിക്കപ്പെടുവാൻ സാധിക്കാത്തത്, വേർപെടുത്തുവാൻ സാധിക്കാത്തത്, മരിക്കുവാൻ സാധിക്കാത്തതിനെ അപ്രകാരം വേർപെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനം സാധിക്കുമെങ്കിൽ, ഈ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത്. ഇന്നും ആ ദൈവത്തിൻ്റെ വചനത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഇന്നും ഒരു കണ്ണാടി പോലെ ഞാൻ നിങ്ങൾ കാണുന്നത് അതേ ദൈവത്തിൻ്റെ വചനത്തെയാണ്. നെക്സ്റ്റ് വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്ത് ചെയ്യുന്നു? 4-ാമത് ഇവിടെ കാണുന്നത് ഡിസേൺ ചെയ്യുന്നു. 5-ാമത്തത് എന്ത് ചെയ്യുന്നു? ഡിസേൺ ചെയ്യുന്നു, വിവേചിക്കുന്നു. എന്തിനെയാണ് വിവേചിക്കുന്നത്? നമ്മുടെ ചിന്തകളെ, അവർ തോട്ട്സ്, അവർ ഇൻറ്റൻഷൻ. ചിന്ത, വിചാരങ്ങൾ മനുഷ്യനിൽ ഇമോഷണലുമായിട്ട് ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നു. വിചാരങ്ങൾ, ഇൻറ്റൻഷൻ ഇൻ്റലക്ച്വലുമായുള്ള രീതിയിൽ ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ ഈ 2 ലെവലുകളെയും ആകമാനം ഒന്ന് മുറിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അത് വിവേചിക്കുന്നു, അത് വിവേചനത്തിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കൽ പോലും പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ട സാധ്യതയില്ല, കടന്നു പോകേണ്ട കാര്യമില്ല. കാരണം ഈ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? നയിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ മുൻപോട്ട് നടത്തുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം എൻ്റെ ആത്മീയ ജീവിതമായിക്കൊള്ളട്ടെ, എൻ്റെ ഭൗതിക ജീവിതമായിക്കൊള്ളട്ടെ, എൻ്റെ ബുദ്ധിപരമായ ജീവിതമായിക്കൊള്ളട്ടെ, എൻ്റെ ഇമോഷണൽ ലൈഫ് ആയിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും
വളരെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും, ഏതെല്ലാം മേഖലകൾ എനിക്കും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ആ സകല മേഖലകളിലും കടന്നു ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് എന്താണ് ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ആ സ്വസ്ഥതയിലേക്ക് കടക്കുവാനായിട്ട് നാം ഉത്സാഹിക്കണം. എങ്ങനെയാണ് നാം ഉത്സാഹിക്കേണ്ടത്? ആ വചനം വെറും ലോഗോസ് ആയിട്ടല്ല, അത് റീമയായിട്ട് മാറ്റപ്പെടണം. റീമയായിട്ട് മാറ്റപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുന്നത്. നെക്സ്റ്റ് വാക്കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നെക്സ്റ്റ് 13-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയിൽ. ആരായി അവൻ? ലോഗോസ്. ആര്? ദ ലിവിങ് വേർഡ്. ആര്? ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ പരിപൂർണമായി ശോധന ചെയ്യുന്നു, പരിപൂർണമായി നമ്മെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നുമായിരിക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. 139-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചത് അതിനുവേണ്ടി. ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവേ നീ എന്നെ ദൂരത്തു നിന്ന് അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് അറിയുന്നു, എൻ്റെ കിടപ്പ്, എൻ്റെ ഇരിപ്പ്, എൻ്റെ എഴുന്നേൽപ്പ് നീ അറിയുന്നു. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നൊരു കർത്താവ്, പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നൊരു കർത്താവ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈവൻ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു മടങ്ങിയവരു വേണ്ടി ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു നല്ല കർത്താവ്. നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്ന വേർഡ്. തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് എന്നോട് കൂടെ നിൽക്കുവാൻ സാധ്യമല്ല. എന്നാൽ ആ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോഴും ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇവൻ മടങ്ങി വരും, ഇവൾ മടങ്ങി വരും. ആ മടങ്ങി വരവിന് വേണ്ടിയാണോ കർത്താവ് കാത്തിരിക്കുന്നത്? കർത്താവിനെ അറിയാൻ വയ്യായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അനന്യ സഫീറയെ കൊണ്ടുവന്നോ ദൈവത്തിൻ്റെ സന്നിധാനത്തെ കൊണ്ട് നിർത്തുമ്പോൾ സകലതും മറഞ്ഞ് വെളിപ്പെടുന്നതായിരിക്കുന്ന കർത്താവ് അവരെ നോക്കി അവരുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ വെളിപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, പുറമേ നോക്കിയാൽ അവർ നല്ലൊരു ക്രിയ ചെയ്തത്, നല്ലൊരു പ്രവർത്തനമാണ് ചെയ്തത്. എന്നാൽ സകലതും അകമേ അറിയുന്നൊരു കർത്താവ് ഒരു കാര്യം മനസ്സിലാക്കി, ഇവർ ചെയ്തത് പലതും മാറ്റിവെച്ചിട്ടാണ്. മറ്റെന്തിനോ വേണ്ടിയാണ് ഇവർ ചെയ്തത്, എന്താണത് അവരുടെ എയിം എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പത്രോസ് ഒരു ചോദിച്ചു, ഇത്രയ്ക്കോ നിന്റെ നിലം വിറ്റത്? നിങ്ങൾ രണ്ടും കൂടെ ഒത്തു. എന്തിനാ അവർ നിലം വിറ്റത്? അവരോട് ആരും നിർബന്ധിച്ചിട്ടല്ല നിലം വിറ്റു. എന്തിനായിരുന്നു വിറ്റത്? എല്ലാവരും വിൽക്കുന്നു, ഞാനും വിറ്റു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? അല്പമെങ്കിലും അവർക്ക് വേണ്ടി അത് മാറ്റിവെച്ചു. അവിടെയാണ് തെറ്റ് പറ്റിയത്. അവർ ചിന്തിച്ചു, ഇത് മറ്റാരും അറിയുന്നില്ല, മറ്റാർക്കും അറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നു, കൂട്ടത്തിൽ ഒരാണ് ആടുണ്ടായിരിക്കെ അതിനെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാക്യമാണ്. ഒരാട്ടിൻകൂട്ടമുണ്ട്. ആ ആട്ടിൻകൂട്ടത്തിൽ ഒരാണ് ആടിനെ ദൈവത്തിന് വേണ്ടി യാഗം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. ദൈവത്തിന് വേണ്ടി നേർന്നു. എന്നിട്ട് കൊടുക്കുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആടാത്. അതുകൊണ്ട് ഈ വ്യക്തി ചിന്തിച്ചു, ഇത് വേണ്ട, ഒരു തള്ളയാടിനെ കൊടുക്കുക. നോക്കിയപ്പോൾ ഊനം, ഏതായാലും ഒരാട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആണാടിനെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ തൻ്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നത് ഒരു ഊനമുള്ള ഒരാടിനെ കൊടുക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ. അവൻ വഞ്ചകനാണ്, ശപിക്കപ്പെട്ടവനാണ്. പല സന്ദർഭങ്ങൾ ദൈവസന്നിധാനീയനായിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഞാൻ ഈ വാക്യത്തിന് മുമ്പിൽ ചോദിക്കാറുണ്ട്, നോക്കാറുണ്ട്. എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഒരാണിനെ നേർന്നിട്ട് ഇന്ന് ഞാൻ യാഗം കഴിക്കുന്നത് ഊനമുള്ളൊരു തള്ളയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ ആരോട് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സർവവും യേശുനാഥനായി സമർപ്പണം. എന്നാൽ വന്നിരുന്ന് യാഗം കൊടുക്കുമ്പോൾ എന്താ നമ്മൾ കൊടുക്കുന്നത്? പലപ്പോഴും ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല.
പലപ്പോഴും നമ്മെ തന്നെ ഒന്ന് നമ്മൾ വേർപെടുത്തി വെക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എന്താ ദൈവത്തിന് മുമ്പാകെ നേർന്നത്, എന്താ ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിന് മുൻപിൽ വചനത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്കത് അനുഗ്രഹമോ ദോഷമോ. നിങ്ങൾ മനസ്സിലാക്കണമേ, ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു മുമ്പിൽ നിൽക്കുമ്പോൾ, ആ യേശു ക്രിസ്തു ഇന്ന് സകലതും അറിയുന്നു. സകലതും അവൻ്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് താല്പര്യമുള്ളത്, കാര്യമുള്ളത്. ഈ കർത്താവിനോടാണ് നമുക്ക് കാര്യമുള്ളത്. അറിയാത്തൊരു വ്യക്തിയോടല്ല നമുക്ക് കാര്യമുള്ളത്. പലതും മറച്ചു വെക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്. സകലതും ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവൻ. ആരുടെയും ഒരു വാക്ക് ഈ ദൈവത്തിന് കേൾക്കേണ്ട ആവശ്യമില്ല. ആരുടെയും ഒന്നും ദൈവത്തിന് ദൈവം കേൾക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് അറിയാം ആഫ്റ്റർ ഓൾ എന്തായിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണമേ, നാം ആയിരിക്കുന്ന പോലെ നമ്മെ അറിയുന്നൊരു കർത്താവ്. മറ്റാരും നിങ്ങളെ അറിയുന്നില്ലായിരിക്കാം, എന്നാൽ ഒന്ന് മനസ്സിലാക്കണേ, ആ ദൈവം നമ്മെ അറിയുന്നു. നാം ജീവിക്കേണ്ടത് ആ ദൈവം എന്നെ അറിയുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ്. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് ഏത് സമയത്തും അത് മനസ്സിലാക്കുക എന്നുള്ളത്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെ സകലതും മനസ്സിലാക്കുന്നുവെങ്കിൽ, എൻ്റെ ആകത്തുക ദൈവത്തിനറിയാമെങ്കിൽ, എൻ്റെ ആകവും ദൈവം കാണുന്നുവെങ്കിൽ, ഈ ദൈവം എന്നെ കാണുന്ന ദൈവത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നുണ്ടായിരിക്കണം. ആ ദൈവം എന്നെ കണ്ട് ശോധന കഴിക്കുമ്പോൾ കോവില്ലാത്തവനാട് നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് വളരെ വല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ ബത്സസർ രാജാവ് ഒരു കാര്യം ചെയ്തു. പല ഇസ്രയേലിൽ നിന്ന് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നതായിരിക്കുന്ന പൊൻവെള്ളി പാത്രങ്ങൾ എടുത്തുകൊണ്ടത് വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഭിത്തിമേൽ ഒരു കൈപ്പത്തി വന്നു. രാജാവിന് മനസ്സിലായില്ല. രാജാവ് വളരെ ഭയപ്പെട്ടു. രാജാവ് ഉടനെ ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ എഴുത്ത് വായിച്ചു. എഴുത്തുപ്രകാരമായിരുന്നു മെനെ തെക്കേൽ ഉഫസീൻ. എന്താ ആ വാക്കിൻ്റെ അർത്ഥം? മെനെ എന്ന് വെച്ചാൽ നിൻ്റെ രാജ്യത്തിന് അന്തം വരുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കോവുള്ളവനായി കണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വേർഡ്, തുലാസിൽ നിന്നെ തൂക്കി കോവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. ദൈവത്തിന് ഒരു തുലാസുണ്ട്. ദൈവത്തിന് ഒരു തുലാസുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം തൂക്കി നോക്കിയിട്ട് കോവുള്ളവനായി കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ദൈവം ആ തുലാസിൽ കൊണ്ട് എന്നെ നിർത്തുമ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിലായിരിക്കണം ഞാൻ നിൽക്കണ്ടേ. സാധാരണ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കത്തില്ല ദൈവം എന്നോട് ചോദിക്കുന്നത്. എന്താ ദൈവത്തിനറിയാം. ദൈവം നമ്മെ ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ലെവലിനനുസരിച്ചാണ് ദൈവം നമ്മിൽ കൂടെ വെയിറ്റ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ ദൈവം വെച്ചിട്ടുണ്ട്. ആ എക്സ്പെക്റ്റേഷൻ അനുസരണമായിട്ട് ഞാൻ നിങ്ങൾ വരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി കോവളവനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് ഉഫസീൻ, നിൻ്റെ രാജ്യത്വം ഇന്ന് മേദ്യകൾക്കും പാസികൾക്കും വിഭജിച്ചു കൊടുക്കുക. എന്ത് പറ്റി? ദൈവം ഒന്ന് തുലാസിൽ നോക്കി തൂക്കം കാണാഞ്ഞപ്പോൾ കുറച്ച് കാലങ്ങൾ ദൈവം മിണ്ടാതിരുന്നു. കുറച്ച് കാലങ്ങൾ ദൈവം കണ്ണുമടച്ചിരുന്നു. ഇവൻ ഏതെങ്കിലും സമയത്ത് മാനസാന്തരപ്പെടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം കാത്തിരുന്നു. എന്നാൽ ഒരു രീതിയിലും മാനസാന്തരപ്പെടുന്നില്ല. വീണ്ടും ദുർനടപ്പ് കൂടി വഷളത്വം കൂടി മുൻപോട്ട് പോയപ്പോൾ ഒരു ദിവസം ദൈവം അവൻ്റെ അന്ത്യത്തിന് വേണ്ടി വെച്ച്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എന്നെയും നിങ്ങളെയും ദൈവം തൂക്കി നോക്കുന്ന ഒരു ദൈവമാകുന്നുവെങ്കിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വെയിറ്റ് എനിക്ക് നിങ്ങൾക്കുണ്ട്. അത് എങ്ങനെ വെളിപ്പെടാൻ, നിങ്ങൾ മനസ്സിലായി ഞാൻ പറഞ്ഞു വന്ന വേർഡ്? അത് എങ്ങനെ വെളിപ്പെടാൻ സാധിക്കും? ഞാനും നിങ്ങൾ പ്രാപിച്ചതിനനുസരിച്ചുള്ള വെയിറ്റാണ് ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം ഞാൻ പ്രാപിച്ചു, അതാണ് ദൈവം എന്നിൽ കൂടെ എക്സ്പെക്റ്റ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക.